ഹായ് ഫ്രണ്ട്സ്, ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന കുർത്തി എന്ന് പറയുന്നത് ഒരു വെറൈറ്റി മോഡൽ കുർത്തിയാണ്. അത് എലൈൻ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ 3/4 സ്ലീവ് ഉണ്ട്. സ്ലീവിന് നമ്മൾ ചെറിയൊരു പഫും കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വി നെക്കുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന മെറ്റീരിയൽ കോട്ടൻ്റെ 2.5 മീറ്റർ മെറ്റീരിയലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ്ങിലേക്ക് പോകാം. അപ്പം ഞാൻ അതിന് വേണ്ടി തുണി ഞാൻ ഇതേപോലെ 4ആയിട്ട് മടക്കി ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന സൈഡിൽ ഫോൾഡഡ് ആയിട്ടും മറു സൈഡിൽ ഓപ്പൺ ആയിട്ടുമാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് അടിഭാഗത്ത് നമുക്ക് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്തിനാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് ആദ്യമല്ല ഷോൾഡറല്ലേ മാർക്ക് ചെയ്യുന്നത്. ഇത് ഞാൻ അടിഭാഗം തൊട്ട് മാർക്ക് ചെയ്യുവാണ്. അപ്പം നമുക്ക് കറക്റ്റ് ലെങ്തിൽ നമുക്ക് കിട്ടും. ഒട്ടും ലെങ്ത് കുറയാതെ നമുക്ക് കിട്ടാനൂടെ വേണ്ടിയാണ് ആദ്യം നമുക്ക് ഈ കുർത്തിയുടെ അടിഭാഗത്ത് 1 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കുന്നത്. എത്രയാണോ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ടേപ്പ് മുകളിലേക്ക് ടേപ്പ് പിടിച്ചിട്ട് നമ്മുടെ കുർത്തിയുടെ ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 47 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 47 ഇഞ്ച്. അപ്പോൾ ഞാനത് മേളിലേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്തപ്പോൾ ഇത് വീഡിയോ ഒന്ന് കട്ടായിപ്പോയി. അപ്പോൾ ഒന്നുമില്ല, 47 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് 1/2 ഇഞ്ച് നമ്മുടെ 2 ഷോൾഡറും കൂടെ മടക്കി അടിക്കാൻ വേണ്ടി നമ്മൾ 1/2 ഇഞ്ചും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന പീസാണ് ഈ കിട്ടിയേക്കുന്നത്. ഇതപ്പോൾ നമുക്ക് സ്ലീവിന് വേണ്ടി എടുക്കാം. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഇപ്പോൾ കണ്ടോ, കറക്റ്റ് താടിഭാഗത്ത് നമുക്ക് അടിക്കാനുള്ളതും കിട്ടി, നമുക്ക് ലെങ്തും കിട്ടി, ഷോൾഡർ അടിച്ച് മറിക്കാൻ 1/2 ഇഞ്ച് നമുക്ക് കിട്ടി. ഈ 3 മെഷർമെൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊട്ടും ലെങ്ത് കുറയാതെ നമുക്ക് കുർത്തി കിട്ടും. അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി എന്നിട്ട് നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് വെച്ചാൽ അതൊന്ന് മാർക്ക് ചെയ്യണം. ഞാനിവിടെ എടുക്കുന്ന ഷോൾഡർ 7 ഇഞ്ച്. ഇനി എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന എല്ലാ അളവുകളും നമ്മുടെ ആ ഷോൾഡറിൻ്റെ ലൈൻ മാർക്ക് ചെയ്തില്ല അവിടെ നിന്ന് താഴേക്ക് ഞാൻ 6.5 ഇഞ്ച് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് ആം ഹോളിൻ്റെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഒന്ന് തന്നെ നമ്മൾ മുകളിലത്തെ ഷോൾഡറിൻ്റെ വിട്ടും കൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലെങ്ത് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്ത് വരച്ചത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് അതൊരു ലൈനായിട്ട് വരച്ചിട്ട് നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്യുക. എൻ്റെ ഫുൾ ചെസ്റ്റ് 40 അതിൻ്റെ 4 പറയുന്നത് 10 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടി അതൊരു ലൈനായിട്ടങ്ങ് വരച്ചു. ഇനി എന്നിട്ട് അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്, നമുക്കിനി ഈ ആം ഹോളൊന്ന് കുഴിച്ച് കറക്റ്റായിട്ട് ആം ഹോൾ റൗണ്ടൊന്ന് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ആം ഹോളിൻ്റെ ലെങ്തിൻ്റെ ഹാഫ് എടുക്കണം. 6.5യുടെ ഹാഫ് എന്ന് പറയുന്നത് 3/4 ഇഞ്ച്. അത് മാർക്ക് ചെയ്തു. ഇനി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ആം ഹോൾ കർവ് എടുക്കണം. ആം ഹോൾ കർവ് എടുത്തിട്ട് കറക്റ്റായിട്ട് നമുക്ക് ആം ഹോൾ കർവ് ഉപയോഗിച്ച് നമുക്ക് ആം ഹോൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെ അത് കിട്ടുകയെ. നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷേ ഇതുപോലെ ആം ഹോൾ കർവ് ഉപയോഗിച്ച് വരച്ചാൽ നമുക്ക് കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ആം ഹോൾ കർവ് ഉപയോഗിച്ച് അത് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റിൻ്റെ വണ്ണം. എൻ്റെ വേസ്റ്റിൻ്റെ നീളമെന്ന് പറയുന്നത് 14 ഇഞ്ച്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് താഴേക്ക് 20 ഇഞ്ചും നമ്മൾ ആ ഷോൾഡറിൻ്റെ ആ ലൈനിൽ തന്നെ താഴേക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും ഒരു ലൈനായിട്ടങ്ങ് വരയ്ക്കുക. അങ്ങനെ 2 ലൈനും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് അവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്യണം. എൻ്റെ ഇവിടുത്തെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 8.5 ഇഞ്ച്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹിപ്പിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. ഹിപ്പിൻ്റെ വണ്ണം ഞാനിവിടെ എടുക്കുന്നത് 12 ഇഞ്ചാണ്. 12 ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടെ വെട്ടിൻ്റെ കൂടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പിന് മാത്രം 1 ഇഞ്ച് മാത്രം മാർക്ക് ചെയ്താൽ മതി. വേസ്റ്റിനും ചെസ്റ്റിനും ഒക്കെ ഞാനാണെങ്കിൽ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി എന്നിട്ട് നമ്മുടെ ആ ഹിപ്പിൻ്റെ ആ ലൈനിൻ്റെ അവിടെ നിന്ന് താഴേക്കെന്ന് പറഞ്ഞാൽ ഇതേപോലെ സ്കെയിൽ വെച്ച് തന്നെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണേ. അല്ലെങ്കിൽ ഇത് വളഞ്ഞു പോയാൽ നമ്മുടെ കുർത്തി ഭയങ്കര വൃത്തികേടായിട്ട് തോന്നും. എന്നിട്ട് അങ്ങേ അറ്റത്ത് ഇതിൻ്റെ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ ആ ഹിപ്പിൻ്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്യാം.
ചില ഇലയും കുർത്തികളൊക്കെ വേസ്റ്റിൻ്റെ ആ ഭാഗത്തു നിന്ന് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ അറ്റം വരെ മാർക്ക് ചെയ്താലും മതി. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത അറ്റത്തു നിന്ന് നമ്മൾ 3 ഇഞ്ചൊന്ന് കയറ്റി മാർക്ക് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ ഈ കുർത്തി തയ്ച്ചിടുമ്പോൾ രണ്ടറ്റവും തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അറ്റത്തു നിന്നല്ലേ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഭാഗത്ത് കുറച്ച് തൂങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു ചരിച്ചൊരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് കൊണ്ടുവന്ന് ആ ലൈന് കറക്റ്റായിട്ട് നമുക്കൊന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് അറ്റം ഇങ്ങനെ തൂങ്ങിക്കിടക്കാതെ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയുണ്ടാവും ഈ കുർത്തിയുടെ അടിഭാഗം നമുക്ക് നോക്കുമ്പോൾ കാണാൻ. അപ്പോൾ ഇലയും കുർത്തിക്കെല്ലാം ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവരണം. അങ്ങനെ താഴെ നിന്ന് നമ്മുടെ ആ ഹിപ്പിൻ്റെ അവിടത്തേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ തയ്യൽ തുമ്പ് തമ്മിൽ നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് ഈ തയ്യൽ തുമ്പ് 3ൻ്റെയും തയ്യൽ തുമ്പ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് ഇതേപോലെ കറക്റ്റായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തൊന്ന് എടുക്കണേ. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഈ ലൈനിൽ കൂടെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ കൂടി കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത കട്ട് ചെയ്യുന്നത് സ്ലീവാണ്. സ്ലീവ് ബാക്കിയുള്ളത് ഞാനിങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഞാൻ ആദ്യം മാർക്ക് ചെയ്യുന്നത് സ്ലീവിൻ്റെ മുകളിൽ നമ്മൾ പഫ് വെക്കുന്നില്ല, അതിൻ്റെ ലെങ്താണ്. അത് 5 ഇഞ്ചാണ് എടുക്കുന്നത്. 5 ഇഞ്ച് 6 ഇഞ്ച് എത്ര ഇഞ്ച് വേണമെങ്കിലും കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് എടുക്കാമേ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കുറച്ചെടുക്കുന്നവരുണ്ട്, 3 ഇഞ്ച് എടുക്കുന്നവർ 4 ഇഞ്ച്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നിട്ട് ആ 5 ഇഞ്ച് ഞാൻ അവിടെ ഒരു ലൈനായിട്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ലൈനിൽ നിന്ന് അവിടെ നിന്ന് നമുക്ക് എത്രയാണ് സ്ലീവിൻ്റെ ലെങ്ത്. ഇവിടെ ഞാൻ എടുക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. അപ്പം ഞാനിപ്പം 3/4 സ്ലീവാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ കണ്ടോ ഒരു ലൈൻ കൊണ്ട്, അപ്പോൾ ആ ലൈനിൽ വെച്ച് കട്ട് ചെയ്ത് ഞാൻ അങ്ങനെ എടുക്കുവാണേ. എന്നിട്ട് അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് അവിടുത്തെ എൻ്റെ വണ്ണം എന്ന് പറയുന്നത്. എന്നിട്ട് ആ 6 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഞാനങ്ങ് മാർക്ക് ചെയ്ത് എടുക്കുവാണേ. ഇനി എന്നിട്ട് നമുക്ക് സ്ലീവിന് കൈക്കുഴിയൊന്ന് കുഴിച്ച് വരയ്ക്കാൻ വേണ്ടി നമുക്കവിടെ ഒരു മാർക്കിങ് കൊടുക്കണം. അതിന് മുമ്പ് നമ്മൾ ആം ഹോളിൻ്റെ വണ്ണം ഒന്ന് കറക്റ്റ് മാർക്ക് ചെയ്യണം. എൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. എന്നിട്ട് അവിടുന്ന് കൈക്കുഴി ഇറക്കുന്നത് 3 ഇഞ്ച് ആ 9 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് 3 ഇഞ്ച് നമ്മൾ ഇറക്കി അതൊരു ലൈനായിട്ട് വരച്ചു. എന്നിട്ട് നമ്മൾ ആ സ്ലീവിൻ്റെ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ സ്ലീവ് ഒന്ന് വരച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുവാണേ. ഇതിപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ ആം ഹോൾ റൗണ്ടിലുള്ള സ്ലീവാണ്. ഇനി ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് ഞാൻ ഇടുവാണേ. ഇനിയിപ്പം എന്നിട്ട് നമുക്കിതിനകത്തിൽ പഫ് ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പഫ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം സീം അലവൻസ് ഉൾപ്പെടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് നമ്മളിങ്ങനെ ടേപ്പ് പിടിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇതിപ്പം അതിൻ്റെ സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ആ സെൻറ്ററിൻ്റെ അവിടെ നിന്ന് ലൈന് മുകളിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ ലൈൻ വരച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അവിടുന്ന് നമുക്ക് പഫ് ഒന്ന് കൊടുക്കണം. നമ്മൾ പഫ് കൊടുക്കുമ്പം നമ്മളിങ്ങനെ റാ ഷേപ്പിലാണ് നമുക്കിങ്ങനെ പഫ് വരേണ്ടത്. ആ നമ്മളിപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് ഒരു റാ ഷേപ്പിൽ നമുക്കിതേപോലെ ഒരു പഫ് വരച്ച് എടുക്കണം. അപ്പം കറക്റ്റായിട്ട് ഒരു റാ ഷേപ്പിൽ. എന്നിട്ട് താഴത്തെ നമ്മുടെ സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് അവിടോട്ട് കൂട്ടി ഒന്ന് മുട്ടിച്ചാൽ മതി. അപ്പോൾ കണ്ടോ നമുക്ക് ഈ ഷേപ്പിൽ കിട്ടും. അപ്പം നമുക്ക് നമ്മളാ പിന്നെ പഫിൻ്റെ വിട്ട് മാർക്ക് ചെയ്ത ആ ലൈനിൻ്റെ അവിടെ വരെ നമുക്ക് പഫ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്നിട്ട് നമുക്കിനി തയ്യൽ തുമ്പ് തമ്മിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടണേ. അപ്പോൾ നമ്മൾ ഇതേപോലെ
ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രില്ലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാമേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെ നിന്ന് എവിടം വരെ ആ ഫ്രില്ല് കൊടുക്കേണ്ടതെന്നൊന്നും മാർക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ആ ലൈൻ വരച്ചില്ലേ, നമ്മുടെ ഫ്രില്ലിൻ്റെ ലെങ്ത് വരച്ച് ആ ലൈനിൻ്റെ അവിടെ ഒരു കട്ടിങ് കൊടുക്കുക. അപ്പം നമുക്ക് ഇതുപോലെ 2 തുണിയും ഒരുമിച്ച് കട്ടിങ് കൊടുത്താൽ അപ്പം നമുക്ക് ഫ്രില്ലിടുമ്പോൾ ഈസിയാണ്. നമുക്ക് അവരുടെ ഫ്രില്ലിട്ടാൽ മതി. ഇനി നമുക്ക് വി നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തപ്പോൾ അങ്ങ് കട്ടായിപ്പോയേ. അപ്പം ഞാൻ ഇതേപോലെ വി നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പീസ് തുണിയിൽ നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് 3 ഇഞ്ച് ഇപ്പുറത്തോട്ടും മാർക്ക് ചെയ്ത് ഇത് ഞാനൊന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ട് ഒരു 4 ഇഞ്ച് വീതി ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 3 ഇഞ്ച് നമ്മുടെ 3.5 ഇഞ്ച് നെക്കിൻ്റെ വിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. 3.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിട്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് അവിടെ വെച്ച് നമുക്കത് കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി എന്നിട്ട് നമ്മൾ ആ 4 ഇഞ്ചിൻ്റെ തുണി വിട്ടത് നമുക്ക് അകത്തേക്ക് ഒന്ന് മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അങ്ങനെ എന്നിട്ട് ഫ്രണ്ടിൻ്റെ തുണി ഫ്രണ്ട് കുർത്തി ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ഈ നമ്മളിപ്പം നെക്ക് ചെയ്ത ആ തുണിയുടെയും സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ക്യാൻവാസിൽ കൊള്ളാതെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് 4 ഇഞ്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. എന്നിട്ട് കറക്റ്റായിട്ട് നമുക്കിത് ആ യു നെക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അപ്പം ആ അറ്റം വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഓരോ ഇഞ്ച് ഇടവിട്ട് നമുക്ക് ഓരോ കട്ടിങ് കൂടെ കൊടുക്കണം. എന്നാലേ നമുക്കിത് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ. ഇനി എന്നിട്ട് നമ്മളിത് തിരിച്ചിട്ടിട്ട് ഞാനിതിൻ്റെ എഡ്ജിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതുപോലെ ഞാൻ അയൺ ചെയ്തിട്ട് അടിയിൽ ഹെമ്മിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ വി നെക്ക് നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വൈഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ വി നെക്കിൻ്റെ വീഡിയോ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് കട്ടായി പോയത് കൊണ്ടാണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് ബാക്ക് നെക്കാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത് നെക്കിൻ്റെ വിഡ്ത്ത്. എന്നിട്ട് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത് ഞാൻ എടുത്തത് 6 ഇഞ്ചാണ്. അപ്പം 3.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് ബാക്കിൽ ഞാൻ മാർക്ക് ചെയ്തു. എന്നിട്ട് 4 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്തത്. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ബോക്സ് പോലെ ആക്കിയിട്ട് എന്നിട്ട് ഞാനത് ആം ഹോൾ കർവ് വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇതിന് ഞാൻ ആം ഹോൾ കർവ് തന്നെ വെച്ചിട്ടാണ്. അപ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് എടുക്കുന്നത്. എന്നിട്ട് അതേപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കണേ. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഈ ബാക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ, അപ്പം നമ്മൾ ലൈനിങ് ഉപയോഗിച്ചിട്ടല്ലല്ലോ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിലത്തെ നെക്ക് അടിക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു സ്ക്വയറിലൊരു പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെയും നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലേക്ക് 3.5 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശമാണ് ഞാനിവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ആ നല്ല വശത്തിൻ്റെ മണ്ടയിൽ നമ്മുടെ ബാക്കിൻ്റെ കുർത്തിയുടെ നല്ല വശങ്ങൾ തമ്മിൽ ഫേസ് ടു ഫേസ് വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കണം. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ 4 ഇഞ്ചിൽ വേണം നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതും നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് കട്ട് ചെയ്യുക. ഇനി എന്നിട്ട് അത് ഓരോ ഇഞ്ച് ഇടവിട്ട് നമ്മൾ ഓരോ നോട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിടുക. അങ്ങനെ നമ്മൾ നെക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ നെക്കിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിനു മുമ്പ് നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിന് നമ്മൾ ബാക്കിൻ്റെ നല്ല ഭാഗം നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്ക് അടിച്ചിട്ടില്ലേ, അത് ഓർത്തോണം. നെക്ക് അടിച്ചിട്ടില്ല, ഞാൻ പതിച്ച് നെക്കൊന്നും അടിച്ചിട്ടില്ല. എന്നിട്ട് ഈ പിന്നെ ബാക്കിൻ്റെ നല്ല ഭാഗവും ഫ്രണ്ടിൻ്റെ നല്ല ഭാഗവും കൂടി നമ്മൾ
സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ആ ബാക്കിലത്തെ നമ്മുടെ ആ തുണിയുണ്ടല്ലോ അതൊന്ന് മടക്കി നമുക്ക് 1/2 ഇഞ്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. മടക്കുമ്പോൾ നമ്മുടെ ആ ഫ്രണ്ട് ഭാഗത്തോട്ട് വേണം മടക്കാനേ. ഫ്രണ്ട് ഭാഗത്ത് തുണി ഇരിക്കുന്നതിലോട്ട് നമ്മൾ ബാക്കിലെ ആ തുണി വെച്ചൊന്ന് മടക്കിയിട്ട് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ തയ്യൽ തുമ്പ് ഒട്ടും കാണാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് അടിയിലത്തെ ആ പീസ് ഒന്ന് അങ്ങനെ തന്നെ ഇടാം, അല്ലെങ്കിൽ അതും ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി എന്നിട്ട് നമുക്ക് ആ ബാക്ക് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. എഡ്ജ് ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് നമുക്കിനി ഒന്ന് ഈ സ്ലീവിലൊന്ന് പഫ് കൊടുക്കണമല്ലോ. അതിന് വേണ്ടി നമുക്ക് ഇതേപോലെ കുറച്ച് ചുരുക്കുകളൊക്കെ ഇട്ടൊന്ന് സ്ലീവ് ഒന്ന് കിടക്കണം. അപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് എവിടം വരെയാണ് ഇതേപോലെ ഫ്രില്ലിട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അവിടം വരെ നമ്മൾ ഇതേപോലെ നമുക്കൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്ക് നല്ല സ്ലീവിൻ്റെ നല്ല ഭാഗവും കുർത്തിയുടെ നല്ല ഭാഗവും വെച്ചിട്ട് സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ 2 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് അതേപോലെ താഴ്ഭാഗത്ത് നമുക്ക് ഒന്ന് മടക്കി അടിക്കണം. ആദ്യം 1/2 ഇഞ്ചിലൊന്ന് മടക്കി, പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണേ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാമേ. അങ്ങനെ സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കണ്ടോ, നമുക്കിത്രയും ഫ്രില്ലിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കുർത്തി ഇട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുമേ. അപ്പോൾ ഇനി എന്നിട്ട് നമുക്ക് അടുത്ത എന്താ ചെയ്യണ്ടേ? ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് ആദ്യം ഒന്ന് 1/2 ഇഞ്ചിൽ മടക്കുക, പിന്നെ ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് നമുക്ക് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഈ കുർത്തി ഒന്ന് ഷേപ്പ് ചെയ്യണം. നമ്മുടെ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും എല്ലാം വെച്ചിട്ട് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തിട്ട് താഴ്ഭാഗം ഒന്ന് മടക്കിയും കൂടെ അടിക്കണേ. അപ്പോൾ നമ്മുടെ ഈ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് നല്ല വിരിവിലാണ് കിട്ടിയേക്കുന്നത്. ഇതിങ്ങനെ ബൊമ്മയിൽ ഇട്ടേക്കുന്നത് കൊണ്ടാണ് വിരിവ് അറിയാത്തത്. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ പഫും നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട വീനെക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്